ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ 3 പേരും കൂടെ വാലന്റൈൻസ് ഡേ അന്ന് വൈകിട്ട് നമ്മളൊന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. ആദിക്കുട്ടനും ഞാനും കണ്ണൻ ചേട്ടനും ഞങ്ങൾ 3 പേരും കൂടെ ഒരുങ്ങിയൊക്കെ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴ നല്ലൊരു മഴ കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല രസമായിരുന്നു. കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കോർഫക്കാനായതുകൊണ്ട് തന്നെ ഈ മലനിരകൾക്കിടയ്ക്കൂടെയൊക്കെ മഞ്ഞും അതൊരു ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ. ഞാൻ ഷാർജയിലും ദുബായിലൊക്കെ നിൽക്കുമ്പോൾ മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കോർഫക്കാനിൽ നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ഭംഗി, ഞാനൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആ ഒരു റെയിനി ഡേയ്സിലെ ആംബിയൻസ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ആ ഒരു മലയുടെ ഇടയ്ക്കൂടെയൊക്കെ ആ ഒരു മഞ്ഞും ഒക്കെ ആയിട്ട് അത് രസമാട്ടോ, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നടന്നല്ല വണ്ടിയിൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള നിയറസ്റ്റ് കോർഫക്കാൻ ബീച്ചിൻ്റെ അടുത്തുള്ള ഹാർഡീസിലാണ് വന്നത്. അപ്പോൾ ചേട്ടൻ ഡയറ്റിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫുഡുകളൊന്നും കഴിക്കത്തില്ല കുറേ നാളായിട്ട്. അപ്പം ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഹാർഡീസിൽ ഒരു ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, നിനക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റൊന്നും വേണ്ട, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഫുഡിനെയാണ്, ഫുഡിനെ പ്രണയിച്ചവൾ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഫുഡ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്തുവാ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ മൊത്തത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തുവാ വേണ്ടേ, ഒരുമാതിരി ഫുഡ് കിട്ടാത്ത പിള്ളേരെ പോലെ ആയിരുന്നു എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഹാർഡീസിൽ പോയിട്ട് ബർഗർ കഴിക്കാം. അപ്പോൾ ചേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഹാർഡീസിലെ ബർഗർ കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഓക്കെ യെസ് എന്നാൽ നമുക്ക് അത് കഴിക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരനും ഹാപ്പി ആവുമല്ലോ. ഞാൻ വളരെ കറക്റ്റായിട്ട് തന്നെ ഉന്നം നോക്കി എറിഞ്ഞു, പുള്ളി അതിൽ വീണു. അങ്ങനെയാണ് ഹാർഡീസിലെ ബർഗറിലേക്ക് എത്തിയത് വാലന്റൈൻസ് ഡേ ആയിട്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അവിടെ ഭയങ്കര ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും ഒരു കുന്തവും ഉണ്ടായിരുന്നില്ല. കുറേ അറബ്സൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു. നമ്മളൊരു ബർഗറും ഏത് ബർഗറാണെന്നോ എന്നോട് പേരെന്നുള്ളതെന്ന് ചോദിക്കില്ലേ, ഏതോ ഒരു ബർഗറും കേർലി ഫ്രഞ്ച് ഫ്രൈസുമാണ് ഓർഡർ ചെയ്തത്. ആദ്യക്കൂട്ടിനാണെങ്കിൽ പതിവ് പോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ട് അടിച്ച് കയറ്റുന്നുണ്ടായിരുന്നു. ബർഗർ ഒട്ടാണെങ്കിൽ ഒരു തുള്ളി പോലും കഴിച്ചതുമില്ല. ഹാംബർഗർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരു പോലും ബർഗർ കഴിച്ചില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ പതിവ് പോലെ അവൻ്റെ ദേശീയ ആഹാരമായിട്ടുള്ള കഞ്ഞി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കഴിച്ച് ഫിനിഷ് ചെയ്തു. ബർഗർ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും കഴിക്കാമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ വയറ് കായ്ച്ചിട്ടേക്കുമായിരുന്നു. എന്നാലും കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു. ആദ്യക്കൊണ്ടാണെങ്കിലും പെപ്സി അത്യാവശ്യം നന്നായിട്ട് അകത്താക്കി. പിന്നെ വല്ലപ്പോഴും ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ഇറങ്ങിയ സ്ഥിതിക്ക് നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ, നല്ല ക്ലൈമറ്റൊക്കെ ആണല്ലോ, നമുക്കൊന്ന് നടക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ബീച്ചിൻ്റെ അങ്ങോട്ടേക്കാണ് പോയത്. പക്ഷേ സ്ഥിരം നമ്മൾ ബീച്ചിൽ നടക്കുന്നവരായതുകൊണ്ട് നമ്മളിപ്പോഴത്തെ ആംഫി തിയേറ്ററിൻ്റെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. കോർഫക്കാൻ ആംഫി തിയേറ്ററും വാട്ടർഫോളും ഒക്കെ ഫേമസ് ആണല്ലോ, UAE-യിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ അങ്ങോട്ടേക്ക് പോയി. എപ്പോഴും ഇവിടെയൊക്കെ ആൾക്കാർ കാണും വീക്കെൻഡൊക്കെ ആകുമ്പം. ഇപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഒരു അപ്പൂപ്പനും 2 പൂച്ചകളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടുത്തെ പള്ളിയിലെ ആരെങ്കിലും ആയിരിക്കണം തോന്നുന്നു. അവിടെ നിയറസ്റ്റ് പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചിലപ്പം ആരെങ്കിലും ആയിരിക്കും. ഒരപ്പൂപ്പനും 2 പൂച്ചകളും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ 2 സെക്യൂരിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ലാവിഷായിട്ട് എൻജോയ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് തകർത്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഗ്രൂപ്പിനേക്കാളും എനിക്കിഷ്ടം ഞാൻ ഒറ്റയ്ക്ക് എന്നാണ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. ഞാനിങ്ങനെ ഗ്രൂപ്പിനേക്കാളും ആ ടൈപ്പ് ആളാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ തണുപ്പും മഴച്ചാറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക സുഖമായിരുന്നു. അങ്ങനെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡിന്നറൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ. നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തി. അപ്പോൾ ഞാനൊരു കാഴ്ചയും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പിറ്റേ ദിവസം എടുത്താണ്. കാരണം ആദ്യക്കൂട്ടിന് ഉറങ്ങിയാലേ നിങ്ങളെ ആ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ചേട്ടൻ വാങ്ങിച്ചു തന്നിട്ടുള്ള ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ ഈ കവറിനകത്താക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ആദ്യക്കൂട്ടം കാണാതെ ഞാൻ അലമാരയുടെ വാർഡ്രോബിൻ്റെ അകത്തിങ്ങനെ പതുക്കി വെച്ചേക്കൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ വല്ലാതായിരിക്കുന്നത്. അപ്പം ഓരോന്നായിട്ട് കാണാം. ഏതൊക്കെ വർഷമാണ് കൃത്യമായിട്ട് എനിക്ക് തന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ.
എപ്പോഴൊക്കെയോ തന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്കുള്ള വാലൻറ്റൈൻസ് ഡേക്ക് എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ്സാണിത്. ഇതിനകത്തൊരു നോട്ടുണ്ട്, റോസാപ്പൂ ഉണ്ട്, ഒരു ടെഡ്ഡി ബിയർ ഉണ്ട്. കണ്ടോ, ഭയങ്കര രസമായിട്ടില്ലേ കാണാൻ വേണ്ടി. ഇതൊന്നും ആദ്യം കണ്ടിട്ടില്ല. ആദ്യം കണ്ടാൽ തീർന്നു. ഇപ്പോഴാണേലും ആദ്യം എന്നെ എർത്തടിച്ച്. ഇപ്പോഴാണേലും ആദ്യം എന്നെ ഭയങ്കര എർത്തടിച്ചു. ആദ്യം നല്ല ഉറക്കമാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിട്ടേ അതായിരിക്കും. അത് ഒരു ഗിഫ്റ്റ് കേട്ടോ. ഇത് അടുത്തൊരു ഗിഫ്റ്റാണ്. ഇത് കൃത്യമായിട്ട് എനിക്ക് ഏതൊക്കെ വർഷങ്ങളിലാണ് തന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ്സൊക്കെയാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ആദ്യം കാണിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. പിന്നെ ചോക്ലേറ്റ്. അന്നൊക്കെ മെലിഞ്ഞിരിക്കുമായതുകൊണ്ട് ചോക്ലേറ്റൊക്കെ എത്ര വേണം കഴിക്കാം. പക്ഷേ ഏറ്റവും വലിയ രസം, അന്നത്തേനേക്കാളും കൂടുതൽ അന്ന് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു, ബോഡി കോൺഷ്യസ് ആയിരുന്നു. ഇപ്പോൾ ഒട്ടും കോൺഷ്യസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം അന്നത്തേനേക്കാളൊക്കെ ഇരട്ടി ചോക്ലേറ്റ്സ് ഞാൻ കഴിക്കും. ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് കൊടുത്തു വെച്ച് വലിയൊരു കണ്ടോ, രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? അടിപൊളി. ഇതൊന്നും ആദ്യം കണ്ടിട്ടില്ല കേട്ടോ. ആദ്യം കാണാൻ ഇത് കണ്ട തീർന്നു. അപ്പം ഇതാണ് ഒരു ഗിഫ്റ്റ്. പിന്നെ ഇനി ആദ്യക്ക് ഞാൻ കൊടുത്ത ഒരു ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യക്ക് ഞാൻ കളിക്കാൻ വേണ്ടി കൊടുത്തൊരു ഗിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ കണ്ടോ, ഇതിൻ്റെ മൂക്ക് ഇല്ല. പിന്നെ മൊത്തത്തിൽ ഹാർട്ടാട്ടോ, ഹാർട്ട് പിടിച്ചുകൊണ്ടൊരു ടെഡി. ഇതുണ്ട് ഇവിടം കണ്ടോ. ഇതൊക്കെ ഇതിനകത്തുനിന്ന് പഞ്ഞിയൊക്കെ എടുത്തു ആദ്യക്കൊട്ട് ചെറുതായിട്ടൊക്കെ. ഇത് ഞാൻ ആദ്യക്ക് കൊടുത്തതാട്ടോ, കളിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തത്. അവൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ കൊടുത്തതാണ് ആദ്യക്ക് കളിക്കാൻ. പിന്നെ ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ കണ്ണൻ ചേട്ടൻ. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ എനിക്ക് തന്ന ഗിഫ്റ്റ്സാണ് ഇതെല്ലാവേ. ഇനി ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട്, അത് ആദ്യം നശിപ്പിച്ചു. അത് പക്ഷേ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അടുക്കളയിൽ മുകളിൽ വെച്ചേക്കുകയാണ്. അത് ഞാൻ എടുത്ത് കാണിക്കാം. അതിൻ്റെ പരിപ്പളക്കി കേട്ടോ പുള്ളി. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടത്തിൽ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എനിക്ക് ആദ്യമേ കാണിക്കണം എന്നുണ്ട്, പക്ഷെ കാണിച്ചു കഴിഞ്ഞാൽ നശിപ്പിക്കും. കുറച്ചുകൂടെ കഴിയട്ടെ അല്ലേ, കുറച്ച് ഒന്ന് വലുതായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇപ്പം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇനി അലമാരയുടെ കീഴിൽ നിന്ന് മാറത്തില്ല. ഇപ്പം കണ്ടോ, ഇപ്പോൾ 1-2 വർഷമായിട്ട് ഇങ്ങനത്തെ ഗിഫ്റ്റ്സ് പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഈ പ്രാവശ്യമാണെങ്കിലും എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നിനക്ക് ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഇതിലേതോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന കവറാട്ടോ ഇത്. നല്ല രസമല്ലേ കവർ കാണാൻ പോലും. ഞാൻ കവർ വരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനിയൊന്നുമില്ല. നല്ല ഭംഗിയില്ലേ കവർ കാണാൻ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റ്സ് ഒന്നും വേണ്ട. എനിക്ക് അപ്പോൾ ചേട്ടനും ഡയറ്റിലല്ലേ, ചേട്ടൻ കട്ട ഡയറ്റിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റ്സ് ഒന്നും വേണ്ട, എനിക്ക് ഹാർഡീസിൽ നിന്നൊരു ബർഗർ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ ഹാർഡീസ് ബർഗർ കഴിക്കാൻ പോയത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇതാകുമ്പം ഇപ്പോഴത്തെ എൻ്റെ സന്തോഷം ഫുഡായതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ തിരിച്ച് ഈ സാധനങ്ങളൊക്കെ അകത്ത് കയറ്റട്ടെ. പുള്ളി നല്ല ഉറക്കം കേട്ടോ. ആദ്യം നല്ല ഉറക്കമാണ്. ആദ്യം എണീറ്റു. ആദ്യക്കുട്ടോ, അമ്മ ഒരു സാധനം കാണിക്കുമായിരുന്നു എല്ലാവരും. ഒരു ബൈ പറഞ്ഞേ. ബൈ.